ആ കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തി ഒരു ചരിത്ര ഗ്രന്ഥമാണ്. മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് ഇത് വളരെ ശ്രദ്ധിക്കപ്പെട്ടതിനൊരു കാര്യമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, അപ്പോസ്തല പ്രവൃത്തി എഴുതിയ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടാണ് ഈ ചരിത്ര പുസ്തകം എഴുതിയത്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വന്നു. അതുപോലെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ 120 പേര് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നു. 120 പേരുടെ മേൽ പരിശുദ്ധാത്മ വന്നു. പരിശുദ്ധാത്മ പ്രാപിച്ച ഭക്തിയുള്ള, വിശ്വാസമുള്ള, ജീവിത മാതൃകയുള്ള ഈ ഭക്തിയുള്ളവരെല്ലാം ചെതറി വിവിധ ഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. അപ്പോൾ മുമ്പ് പ്രയോജനപ്പെട്ടിട്ടില്ലെന്നല്ല, മുമ്പും കർത്താവിൻ്റെ കൂടെ ശിഷ്യന്മാർ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞ ശേഷം മുമ്പ് പ്രയോജനപ്പെട്ടതിനെക്കാട്ടിലും അധികമായി എരിവോടുകൂടെ കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായിത്തീർന്നു. എനിക്ക് ഈ പദം ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കർത്താവിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ എരിവോടുകൂടെ പ്രവർത്തിക്കണം. അപ്പോൾ പരിശുദ്ധാത്മ വന്ന സമയത്ത് എരിവോടുകൂടെ അപ്പോസ്തലന്മാർ നിൽക്കുകയും ആരാധിക്കുകയും പ്രത്യാശ ഉണ്ടാകുകയും ആത്മീയ ശുശ്രൂഷകൾക്കെല്ലാം ശുഷ്കാന്തി കാണിക്കുകയിടയായിത്തീർന്നു. അപ്പോൾ അതാണ് വചനം പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പം സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തി തരും. അതാണ് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. സ്തോത്രം. ബെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി. പെട്ടെന്ന് കൊടിയെ കാറ്റെടുക്കുന്ന പോലെ ഒരു മുഴക്കം. ഇരിക്കുന്നവരെല്ലാവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷപ്പെട്ടു. പകൽ 3-ാം മണി നേരത്ത് എല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എല്ലാവരുടെ മേലും ആത്മാഭിഷേകം വന്നു. ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പം അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ നടന്നുപോലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. നമ്മൾ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പം സ്നേഹത്തോടുകൂടെ എന്നെ ഏറ്റെടുക്കണം. സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും എൻ്റെ ബലഹീനതകൾ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്നെന്ന് എന്നെ ന്യായീകരിക്കാൻ ഞാൻ നിൽക്കത്തില്ല. ഞാൻ അടുത്ത സമയമാകുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കരുത്, എൻ്റെ ജീവിതത്തിൽ എവിടെയാണോ കുറവ്, ആ കുറവിനെ ഒന്ന് പരിഹരിപ്പാൻ ദൈവം എനിക്ക് കൃപ തരണം. ഇന്ന് വരെ അത് ഇനി ആരാണെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞാൽ, അത് യാഥാർത്ഥ്യമാണെങ്കിൽ, എൻ്റെ ജീവിതത്തിലെ വീഴ്ചയാണെങ്കിൽ അതിനെ അടുത്ത പ്രാവശ്യം പരിഹരിക്കാൻ ഞാനൊരു ശ്രമം നടത്തും. കാരണം താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ കാലത്തിൻ്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് ശക്തമായ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ദൈവസഭയിൽ എണ്ണം പെരുകിക്കൊണ്ടിരുന്നു. ഇപ്പം ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ വിധവമാരെ മാറ്റി നിർത്തി. വിധവമാർക്ക് ശുശ്രൂഷകൾക്കകത്ത് പ്രത്യേക അവസരങ്ങളൊന്നും കൊടുത്തില്ല. പാടാനോ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകൾക്കകത്തുള്ള അവസരങ്ങളൊന്നും കൊടുക്കാതെ അവരെ മാറ്റി നിർത്തി എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരോട് പറഞ്ഞ് പിറുവിറുത്തു. അപ്പോൾ ഈ 6-ാം അധ്യായത്തിൽ വിവിധ ഭാഷക്കാർ തമ്മിൽ ഉള്ള വിഷയത്തെക്കുറിച്ച് 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യവനായ ഭാഷക്കാർ എബ്രായ ഭാഷക്കാരോട് പിറുവിറുത്തു എന്ന് പറഞ്ഞേ. എബ്രായ ഭാഷക്കാർ പറഞ്ഞേ സഹോദരന്മാർ പറഞ്ഞേ. എബ്രായ ഭാഷക്കാർ യവനായ ഭാഷക്കാർക്കെതിരെ തമ്മിൽ പറഞ്ഞ് പിറുവിറുത്തു. പിറുവിറുത്ത വിഷയം എന്താ? വിധവമാരെ ശുശ്രൂഷകളിൽ നിന്ന് മാറ്റി നിർത്തി. സ്തോത്രം പറഞ്ഞേ. അത് നല്ലതല്ല എന്ന് തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രിയ ലോർഡ്, അപ്പം ശുശ്രൂഷകൾക്കകത്ത് കൃപാവരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഒരിനോട് ചേർന്ന് വീരപ്രവൃത്തിയുടെ വരം, പ്രവചന വരം, വിവിധ വ്യാഖ്യാന വചനം, ജ്ഞാനത്തിൻ്റെ വരം, എല്ലാവരിലും പ്രവർത്തിക്കുന്ന ആത്മാവൊന്ന ഭൂതത്തെ പുറത്താക്കാനുള്ള വരം. പക്ഷെ അവരിൽ വ്യാപരിക്കുന്ന ആത്മാവൊന്ന. പക്ഷെ കൃപാവരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ആത്മാവൊന്നാണ്, എല്ലാവരിലും പ്രവർത്തിക്കുന്നത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാ. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? എല്ലാവരിലും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ ഈ ഗ്രേഡുകൾക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ആർമി ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും
ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, പറഞ്ഞാൽ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം എന്ത് ചെയ്തേ പറ്റൂ. ഇപ്പോൾ പോലീസ് മേധാവി പറയുന്ന കാര്യം താഴെ നിൽക്കുന്ന പോലീസുകാരെല്ലാം എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, അനുസരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഹയർ ലെവലിൽ നിൽക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്. അധികാരത്തിൻ്റെ കീഴിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. അവർ പറഞ്ഞാൽ ഹൃദയാഘാതം വരെ സൗഖ്യമാവും, ക്യാൻസർ വരെ തൽക്ഷണം സൗഖ്യമാകും. കാരണം അവരുടെ മേൽ കിടക്കുന്ന അധികാരം അതാണ്, ശുശ്രൂഷ അതാണ്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നാണ്. കൃപാവരങ്ങളിൽ വ്യത്യസ്തതയുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു സൽവർത്തമാനം പറയാം. SI ആയിട്ട് ജോലി ചെയ്ത ഒരാൾ ഇന്നും SI ആയിട്ടിരിക്കത്തില്ല. അവർക്കൊരു പ്രൊമോഷനുണ്ട്. വെളിപ്പാട് കാണുന്ന ഒരാൾ എന്നും വെളിപ്പാടുകാരനായിട്ടിരിക്കത്തില്ല. പ്രൊമോഷനുണ്ട്. പ്രവചിക്കാൻ തുടങ്ങും. പ്രവചിക്കുന്നവനായി മാത്രം സഭയ്ക്ക് ആത്മീയവർദ്ധനവ് വരുത്തുക മാത്രമല്ല, അവൻ സമാധാനത്തിനും പ്രബോധനത്തിനും വേണ്ടി എന്ത് ചെയ്യും, സഭയോട് പ്രവചിക്കും. അപ്പം പ്രവചിക്കുന്ന ഒരു പ്രവാചകൻ രോഗികളെ സൗഖ്യമാക്കാൻ തുടങ്ങും, സഭകൾ സ്ഥാപിക്കാൻ തുടങ്ങും, ദേശങ്ങളെ കീഴടക്കാൻ തുടങ്ങും. അതാണ് പ്രൊമോഷൻ. അടുത്തിരിക്കുന്നിടത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ദൈവം നിങ്ങൾക്കൊരു പ്രൊമോഷൻ തരാൻ പോവാ. ഓ, പ്രൊമോഷൻ ആർക്കും വേണ്ട അല്ലേ? ഹലോ, അടുത്തിരിക്കുന്നിടത്ത് പറയാം, അച്ഛാ നിങ്ങൾക്ക് ഉറങ്ങല്ല അച്ഛാ, ഒരു പ്രൊമോഷൻ തരാൻ പോവാ. അച്ഛാ ഉറങ്ങല്ലേ, ഒരു പ്രൊമോഷൻ തരാൻ പോവാ. ഹലോ, കമാ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആമൻ. ഇന്നലകളിൽ കണക്ക് കുത്തുകൾ എഴുതിയെങ്കിൽ നാളെകളിൽ പാടാൻ പോവുക, പ്രവചിക്കാൻ പോവുക, പ്രസംഗിക്കാൻ പോവുക, ആത്മീയ ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യാൻ പോവുക. ദൈവാട്ട പറയുക, ദൈവം നിനക്കൊരു പ്രൊമോഷൻ വെച്ചിട്ടുണ്ട്. എന്നും ഒരു തലത്തിൽ നീ ഇരിക്കത്തില്ല, എന്നും ഒരു സാഹചര്യത്തിൽ ഇരിക്കത്തില്ല. ആത്മീയ ശുശ്രൂഷയിൽ ജ്ഞാനത്തോടെയും വിവേകത്തോടെയും പരിജ്ഞാനത്തോടും കൂടെ ശുശ്രൂഷിക്കുവാൻ ദൈവം നിനക്ക് കൃപ തരും. ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, സർക്കുലർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജോലിയിൽ എനിക്കൊരു പ്രൊമോഷൻ വേണം. എത്ര പേരാച്ച എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, പാസ്റ്റർ ഒരു പ്രൊമോഷന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവമക്കളായ നാം ദൈവത്തോട് എന്താ പ്രാർത്ഥിക്കാത്തെ? എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ എനിക്കൊരു പ്രൊമോഷൻ തരണം. ഇപ്പോൾ നിൽക്കുന്ന കൃപാവരത്തിൽ നിന്ന് അപ്പുറമായി ചില ദൈവകാര്യങ്ങൾ ചെയ്യുവാൻ ആത്മീയ ശുശ്രൂഷയിൽ നീ എന്നെ ഒന്ന് പ്രയോജനപ്പെടുത്തണം. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചതുപോലുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കണം, പണിയണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കൾ കരമടിച്ച് രാവിലെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോട്ടെ. എത്രയോ സഭയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വോളണ്ടിയേഴ്സായി പിടിക്കാൻ നിന്നവർ പിന്നത്തേതിൽ സൂമിലൊക്കെ ശുശ്രൂഷിക്കുകയും ചർച്ചിലൊക്കെ ശക്തമായി ദൈവവചനം ശുശ്രൂഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വോളണ്ടിയറായിട്ട് നിന്നതാ. ചായ കൊടുക്കുന്ന ആൾക്കാർ പ്രവചിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നീ എന്നും ചായ കൊടുത്തോണ്ടിരിക്കത്തില്ല, എന്നും വോളണ്ടിയറായിട്ട് നിൽക്കത്തില്ല, എന്നും കൊയറിൻ്റെ അകത്ത് നിൽക്കത്തില്ല. നിന്നെ അമ്മൻ ഒരു പ്രൊമോഷൻ ദൈവം തന്ന് നിന്നെ കർത്താവ് പണിയുവാനിടയായി തീരും. ഇന്ന് രാവിലെ ആരോടെ ദൈവം ദൂത് പറയുകയാ, നിന്റെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്താൻ പോകുകയാ. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കുട്ടിച്ചോടാക്കി പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ, നാളുകളായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങുക. ഇന്ന് വരെയും ഒരു ചോദ്യം ദൈവത്തോട് ചോദിച്ചോ? കർത്താവേ, ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എന്നെ ഉറക്കുന്ന ദുഷ്ടാത്മാവ് എന്നെ വിട്ട് പുറത്തു പോകണമെന്ന് എത്ര പേര് പറഞ്ഞു? എത്ര പേര് പറഞ്ഞു? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഉറക്കം വരുന്ന ദുഷ്ടാത്മാവ് എന്നെ വിട്ട് പുറത്തു പോകണമെന്ന് എത്ര പേരാ പ്രാർത്ഥിച്ചത്? പിന്നെ ഉറങ്ങുവല്ല വേണ്ടത്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്നെ മയക്കം കൊണ്ടുവരുന്ന, എന്നെ ആരാധിക്കാൻ കൊണ്ടുവരാതെ എന്നെ പാപം ചെയ്യിപ്പിക്കുന്ന, ചീത്ത പറയാൻ സംസാരിപ്പിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും
ശുശ്രൂഷ നടക്കുമ്പോൾ ചോദിക്കണം, പറയണം, കർത്താവേ ഞാനിരുന്ന് ഉറങ്ങുക, എന്നെ പിശാച് ഇങ്ങനെ ഉറക്കുക കർത്താവേ, കുടുംബപ്രാർത്ഥനയില്ല, വചനദാനമില്ല, ഞാൻ ഇങ്ങനെ മയങ്ങിയിരിക്കുക, എനിക്ക് പ്രയോജനപ്പെടാൻ ഒക്കുന്നില്ല. ഒരു ചോദ്യം നീ ഒരു പ്രാവശ്യമെങ്കിലും ചോദിച്ചോ, കർത്താവേ ആ പൈശാചിക പോരാട്ടത്തിൽ നീ എന്നെ വിടുവിക്കണം. പിന്നെ ഇവരുന്ന് ഉറങ്ങുകയല്ലേ ചെയ്യുന്നത്? ഇന്ന് രാവിലെ ആത്മാവിനെന്ന് പറ, എന്റെ ദൈവം എന്നെ പുറത്ത് കൊണ്ടുവരണം, എനിക്കും ആത്മാവിൽ ആരാധിക്കണം, എനിക്കും സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം, എനിക്കും ദൈവകൃപ ഏറ്റെടുക്കണം. ഇന്ന് ഇതൊന്ന് പറയാൻ തയ്യാറായ ജീവിതത്തിൽ കുറവുകൾ എല്ലാവരും ജീവിതത്തിൽ വരും. ചിലപ്പോൾ മുൻകോപം വരും, ദുശാഠ്യം വരും, ചിലപ്പോൾ വാക്കുകൾ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ വാക്കുകൾ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, പിഴവുകളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു. ഓക്കെ, നീ ആ പിഴവിൻ്റെ അകത്ത് തന്നെ ഇരിക്കാതെ, ആ തെറ്റിൽ തന്നെ തുടരാതെ, അതിൽ നിന്നൊന്ന് തിരിച്ചു വാ. ഇന്ന് രാവിലെ ദൈവം ആഗ്രഹിക്കുകയാണ്, ആ പാപപ്രവർത്തിയിൽ നിന്നൊന്ന് തിരിച്ചു വാ, ആത്മീയ ഉറക്കത്തിൽ നിന്നൊന്ന് തിരിച്ചു വാ, നിന്റെ ആരാധനയിലേക്ക് നീ ഒന്ന് തിരിച്ചു വാ, നിന്റെ ആ പ്രത്യാശയിലേക്ക് നീ ഒന്ന് തിരിച്ചു വാ, നിന്റെ ആ ഉണർവിലേക്ക് നീ ഒന്ന് തിരിച്ചു വാ, അന്ത്യകാല ഉണർവിലേക്ക് ഒന്ന് മടങ്ങി വാ, ആ പഴയ വിശ്വാസത്തിലേക്ക് ഒന്ന് മടങ്ങി വാ. വകതിരിവ് പ്രാപിച്ചവർക്ക് സ്തോത്രം. അല്ലെങ്കിൽ നാം ഇത്തരം പ്രവൃത്തിയിൽ പ്രത്യാശയില്ലാത്തവരായി ആത്മീയത്തിൽ മരിച്ചു പോകത്തേ ഉള്ളൂ. അതിലിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും പാപപ്രവൃത്തിയിൽ ഇരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു വ്യക്തി പോലും ബന്ധനത്തിലിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. രോഗിയായിട്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ശാപത്തിൻ്റെ അകത്തിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരാ ഒന്ന് പറഞ്ഞേ? ആരാധിക്കുമ്പോൾ കൈയടിക്കരുതെന്ന് ഇരിക്കുന്ന പറയുന്നത് ആരാ? ഒരിക്കലും ദൈവം പറയത്തില്ല, കുഞ്ഞെ നീ കൈയടിക്കാതിരിക്കരുതെന്ന് ദൈവം ഒരിക്കലും എന്ന് പറയത്തില്ല. ഇതൊന്നും ചെയ്യരുതെന്ന് ആരാ പറയുന്നേ? ഉറക്കപ്പറ, ഉറക്കപ്പറ. ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ മേഖല ഒരു വിടുതൽ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. അതിന് ആത്മാവും ജ്ഞാനവും കൃപയും ആവശ്യമാണ്. അത് ആത്മീയ ശുശ്രൂഷയാണെങ്കിലും മേശമേലുള്ള ശുശ്രൂഷയാണെങ്കിലും യൂത്തിൻ്റെ മീറ്റിംഗ് ആണെങ്കിലും ഏത് ശുശ്രൂഷയാണെങ്കിലും ജ്ഞാനമില്ലെങ്കിൽ ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. സദൃശ്യവാക്യം പറയുന്നത് ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ ഭർത്താവിനൊരു വിളക്കാന്ന്. ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ ഭർത്താവിനൊരു വിളക്ക. ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ ഗ്രഹം പണിയും. ജ്ഞാനമുള്ള മകൻ അപ്പന് ഒരു സമാധാനമായിരിക്കും. ഹലോ, ജ്ഞാനമുള്ള മകൻ അപ്പന് ഒരു സമാധാനമായിരിക്കും. സ്തോത്രം. നിൻ്റെ ഭാര്യ നിൻ്റെ വീടിൻ്റെ അകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റിനും ഒലിവ് തൈ പോലെയുമായിരിക്കും. ഇപ്പം നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉറക്കമൊക്കെ പിന്നെ ഉറങ്ങാൻ പറയുമോ? മാറ്റി പിന്നെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇഷ്ടം പോലെ ഉറങ്ങിക്കോ, ഇഷ്ടം പോലെ ഉറങ്ങിക്കോ. നോട്ട് എനി പ്രോബ്ലം. നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ, സത്യം പറഞ്ഞാൽ പിന്നെ കേൾക്കുന്നില്ല. ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കണം, കർത്താവേ എൻ്റെ മക്കളെന്താ വീടിൻ്റെ അകത്ത് മേശയ്ക്ക് ചുറ്റിനും ഒലിവുതൈ പോലാകാത്തെ? എൻ്റെ ഭാര്യ എന്താ വീടിൻ്റെ അകത്ത് മുന്തിരിവള്ളി പോലാകാത്തെ? ആകത്തില്ലെങ്കിൽ ഇന്ന് രാവിലെ തിരിച്ചു ചിന്തിക്കണം. എന്താ ചെയ്യണ്ടേ? ഒരു മാതൃകാപരമായ ജീവിതം. ഒരു ശുശ്രൂഷകനാണോ മാതൃകാപരമായി ജീവിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല സാക്ഷ്യത്തോടെ ജീവിക്കുക. ഒരു പാസ്റ്ററാന്ന് പറഞ്ഞുകൊണ്ട് മാതൃകയില്ലാതെ ജീവിച്ചാലോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മാതൃകാപരമായി ജീവിക്കുക. എൻ്റെ മക്കൾ നിന്നെ അനുസരിക്കാൻ തുടങ്ങും. മാതൃകാപരമായി ജീവിക്കുക. ഭാര്യ അനുസരിക്കാൻ തുടങ്ങും. മാതൃകാപരമായി ഭർത്താവ് ജീവിക്കാൻ തുടങ്ങും. ഭാര്യ ഭർത്താവിനെ അനുസരിക്കാൻ തുടങ്ങും.
പക്ഷെ 3 കാര്യം മറക്കരുത്: ആത്മാവും ജ്ഞാനവും ദൈവകൃപയും. പറഞ്ഞേ, ആത്മാവും ജ്ഞാനവും ദൈവകൃപയും. ഈ 3 വിഷയത്തിന് വേണ്ടി മുട്ടുമേലിരുന്ന് കൈ സ്വർഗത്തിലോട്ട് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോണം. ആത്മാവും ജ്ഞാനവും ദൈവകൃപയും. അതിന് വേദപുസ്തകം പറഞ്ഞ വകതിരിവെന്ന്. ഇതുവരെ വകതിരിവ് വന്നിട്ടില്ലെങ്കിൽ വകതിരിവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആത്മാവും ജ്ഞാനവും ദൈവകൃപയും. ഇത് 3 കൂടെ ശലോമോൻ്റെ മേൽ വന്നപ്പം ശലോമോൻ അനുഗ്രഹിക്കപ്പെട്ടു. രാജാവ് ഇവിടെ കുഞ്ഞിനെ ഛേദിക്കാന്ന് പറയുമ്പോഴും മറ്റേ സ്ത്രീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. രാജാവ് ആ ഒരു വിഷയത്തെ എത്ര ജ്ഞാനത്തോടു കൂടെ കൈകാര്യം ചെയ്തേ. ഹലോ, എത്ര ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്തു. ആ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മോനെ വോയിസ് ഒന്ന് കട്ട് ചെയ്തേ, യൂട്യൂബിൻ്റെ വോയിസ് ഒന്ന് കട്ട് ചെയ്തേ. കേട്ടാന്നോ? ഞാൻ കഴിഞ്ഞ ദിവസം ഞാനത് ദൈവം തന്നയാന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നിൽക്കുന്നുണ്ട്. ദൈവം തന്നയാന്നും പറഞ്ഞുകൊണ്ട് പോക്കറ്റിലിട്ടുണ്ട് വീട്ടിൽ വന്ന് കൈ അടിച്ച് പ്രാർത്ഥിച്ചാൽ ആ പൈസ പോയവരെന്നെ പ്രാഗ് കൊടുക്കണമെന്നുണ്ട്. കാരണം അത് എടുത്തോണ്ട് പോയവൻ എന്ത് ചെയ്യരുത്, ഗതി പിടിക്കരുതെന്ന്. ആ പ്രാക്കിന് എനിക്കും എൻ്റെ കുഞ്ഞ് ഒന്നാമത് വീഴുക, അത് എനിക്കും എൻ്റെ കുഞ്ഞിനും. എല്ലാം ഈ ദൈവം തന്നെന്ന് പറഞ്ഞുകൊണ്ട് ചാടിപ്പോയി എടുക്കരുത്. എന്തെങ്കിലുമൊക്കെ വഴി കിടന്ന് കിട്ടും. എല്ലാം ദൈവം തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, എടുക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ മോതിരമായിരിക്കാം, കമ്മലായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടും, ചെരുപ്പൊക്കെ കിട്ടും. എല്ലാം ദൈവം തന്നെയാ, ദൈവം തരത്തില്ലയോ? പിന്നെ അങ്ങനെ കളഞ്ഞൊന്നുമല്ല. ദൈവം ആത്മാക്കളെ നിർത്തി ദൈവം തരും. താഴത്തിട്ടൊന്നുമല്ല ദൈവം തരുന്നത്. ആത്മാക്കളെ നിർത്തി ദൈവം എന്ത് ചെയ്യും? ദൈവം തരും. ഇത് പറഞ്ഞതിൻ്റെ കാര്യം, ആ സമയത്ത് ജ്ഞാനത്തോടെ പ്രവർത്തിക്കാൻ പറ്റി. ഞാനതെടുത്തിട്ട് ആ അപ്പച്ചനം കൊടുത്തായിരുന്നെങ്കിലോ, പുള്ളിക്കാരെ പോക്കറ്റിട്ട് പോവുകയും ചെയ്താനെ. അതെൻ്റെ യഥാർത്ഥ അവകാശം എന്ത് ചെയ്താനെ? വളരെ ഭാരപ്പെട്ടു പോയാനെ. എന്തോ ട്രീറ്റ്മെൻറ്റിനെ കണ്ടു വെച്ച പൈസ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നമ്മൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം, കാര്യങ്ങൾ നടപ്പിലാക്കാൻ. കർത്താവ്, എനിക്കൊരു ജ്ഞാനം തരണം. എനിക്ക് ജ്ഞാനമില്ല കർത്താവേ. ദൈവത്തിൻ്റെ പോഷത്തരം നമുക്ക് ജ്ഞാനമാണ്. ദൈവം എന്ത് തീരുമാനമെടുത്താലും അത് സ്തോത്രം, നമുക്ക് ജ്ഞാനമാണ്. ദൈവം ഒരു തീരുമാനം വെറുതെ എടുക്കത്തില്ല. ദൈവം എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് മനുഷ്യന് ഗുണമുള്ള തീരുമാനമേ ദൈവം എടുക്കത്തുള്ളൂ. ഇന്ന് രാവിലെ സഭ ഒരുമിച്ച് പറയണം, കർത്താവേ എനിക്ക് ജ്ഞാനം തരണം, ജ്ഞാനം തരണം കർത്താവേ, വിവേകം തരണം കർത്താവേ, ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം തരണം. കുഞ്ഞുങ്ങളോട് എന്ത് സംസാരിക്കണം, ജ്ഞാനത്തിന് ചോദിക്കണം. ഭാര്യയോട് എന്താ സംസാരിക്കണ്ടേ? കൂട്ടുകാർ സംസാരിക്കുന്നത് പോലെ ഭാര്യയോട് സംസാരിക്കാൻ നിൽക്കരുത്. ഹലോ, സൈറ്റിൽ അവരെല്ലാം അങ്ങനെ ഭാര്യമാരോട് സംസാരിക്കുന്നത്. ഞാനോട് ഇങ്ങനെ അങ്ങ് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്, അടിയും കിട്ടി തിരിച്ചു വരും. ദൈവത്തിൻ്റെ എന്ന് ഭാര്യമാരോട് എന്ത് സംസാരിക്കണ്ടേ? കർത്താവ് കൃപ ചേരണമേ. പാസ്റ്ററോട് അങ്ങനെ സംസാരിക്കണ്ടേ? കർത്താവ് കൃപ തരണേ.
എൻ്റെ മക്കളോട് അങ്ങനെ ഞാൻ സംസാരിക്കേണ്ട? കർത്താവ് കൃപ തരണമേ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ തരാന്നാ കർത്താവ് പറയുന്നത്. ഇന്ന് രാവിലെ എത്ര പേര് രാവിലെ ദൈവത്തോട് ചോദിക്കും, കർത്താവേ ജ്ഞാനം 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 ദൈവം തരണം, വിവേകം തരണം, ജ്ഞാനവും വിവേകവും ദൈവം തരണം, പരിജ്ഞാനം ദൈവം തരണം. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനമുള്ള ശിഷ്യന്മാർ, ആത്മാവും കൃപയും നിറഞ്ഞ 7 പേരെ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുത്തു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ശുശ്രൂഷയിലേക്ക് നിൽക്കുമ്പോൾ ആത്മാവും ജ്ഞാനവും കൃപയുള്ളവരും മാത്രമേ ശുശ്രൂഷയ്ക്കകത്തോട്ട് എന്തേ ഉള്ളൂ, വരാവുള്ളൂ. ഇല്ലെങ്കിൽ ദൈവത്തോട് എന്ത് ചെയ്തോണം? ചോദിച്ചു മേടിച്ചോണം. എനിക്കത് ഇഷ്ടപ്പെട്ടു. ചോദിച്ചു മേടിച്ചോണം. സ്തോത്രം. ഒരു വട്ടം പാസ് ഉറങ്ങരുതെന്ന് പറഞ്ഞു. അപ്പോഴേ പ്രാർത്ഥിച്ചോണം, കർത്താവ് ഉറങ്ങുന്ന പൈസ ദുരാത്മാവേ എന്നെ വിട്ട് പുറത്തു പോ. ആ മേഖലയിൽ അപ്പോഴേ കൃപ പ്രാപിച്ചോണം. എന്നിട്ട് ഉറക്കം വരുവാണെങ്കിൽ 2 തുള്ളി ചാഴിക്കോ ഒന്ന്. ആരെയൊക്കെ തിരഞ്ഞെടുത്ത? 7 പേരുടെ പേര് ഓടിച്ചു നോക്കിയാൽ 7 പേരെ തിരഞ്ഞെടുത്ത ആ പേര് ഓടിച്ച് വായിച്ചാട്ടെ. ഏഴ് പേരെ തിരഞ്ഞെടുത്തു. സ്തെഫാനോസ്, ഫിലിപ്പോസ് അടക്കമുള്ള 7 പേരെ ആത്മാവും കൃപയും ജ്ഞാനമുള്ളവരെ ഈ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുത്തു. എന്നിട്ട് അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി. ഇനി 7ാമത്തെ വാക്യം. ദൈവവചനം പരുന്നു, യെരൂശലേം ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. നോക്കിക്കോണം, സഭയുടെ മുഖച്ഛായ മാറിയത് എപ്പോഴാ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാനൊരു കാറ് മേടിച്ചു, ഞാൻ ഒരാൾക്ക് ഓടാൻ കൊടുത്തിരിക്കട്ടെ, നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം ഞാൻ പറയാം. ഒരു കാറ് മേടിച്ചു, ഞാൻ ഒരാൾക്ക് ഓടിക്കാൻ കൊടുത്തു, ഒരു ടാക്സി ഓടാൻ കൊടുത്തു. ഈ ടാക്സി ഓടുന്ന ആൾക്ക് ഓട്ടം പിടിക്കാനും ഈ വണ്ടി കൊണ്ട് കിടക്കാനും ഉള്ള ഒരു കഴിവില്ലെങ്കിൽ ഞാൻ എന്നിങ്ങനെ EMI കൊടുത്ത് കഷ്ടപ്പെടുകയല്ലാതെ എനിക്കൊരു പ്രയോജനവും. എന്നാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എത്രയോ പേര് ടാക്സി ഓടി ജീവിക്കുന്നവർക്ക് ഓട്ടം ഇല്ലയോ? അവർക്കറിയാം എങ്ങനെ ഓട്ടം പിടിക്കണമെന്ന് അവർക്കറിയാം. അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിർത്തിയിരിക്കുന്നവർക്ക് അത് കൈകാര്യം ചെയ്യാം. ഇപ്പോൾ SRA റൂമിൽ നിൽക്കുന്നവർക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനം വേണം. അതാത് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അത് ചെയ്യുവാനുള്ള ജ്ഞാനമില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിച്ചോണം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിനോട് ചോദിച്ച് മേടിക്കണം. കർത്താവേ, എനിക്ക് ആ പർട്ടിക്കുലർ കാര്യം ചെയ്യുവാൻ കർത്താവേ എനിക്ക് അറിയത്തില്ല. ഞാൻ ഉറപ്പ് തരാം കേട്ടോ, ദൈവം കൃപ തരും. എഴുത്തും വായനയും പോലും അറിയാത്തവർ വായിച്ച ചരിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. എഴുതാൻ അറിയാത്തവർ പ്രാർത്ഥിച്ച് എഴുതുന്നത് നിങ്ങൾ വിശ്വസിക്കത്തില്ല, എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കർത്താവ് കൊടുക്കുന്ന വരദാനമാ. എത്രയോ പേര് എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ എനിക്കൊന്ന് വേദപുസ്തകം ഒന്ന് വായിക്കണം, എനിക്ക് ദൈവവചനം ഒന്ന് വായിക്കുന്നത് എൻ്റെ ഇഷ്ടം, എൻ്റെ അവസാന ആഗ്രഹം അതാ. അങ്ങനെ പ്രാർത്ഥിച്ചവര് വേദപുസ്തകം വായിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ യെരൂശലേമിലെ സഭയ്ക്കകത്ത് ഈ എണ്ണം പെരുകി. അവരെ അപ്പോസ്തലന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. സ്തോത്രം. സഹോദരന്മാരാ വചനം എടുത്താട്ടെ. സകലങ്ങളായ വചനം ഒന്ന് വായിച്ച അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഹല്ലേലൂയ. സഹോദരിമാർ വായിക്കണ്ട, സഹോദരന്മാരുടെ ഭാഗത്ത് കിട്ടിയവരൊന്ന് വായിച്ച് നോക്കട്ടെ, പറ്റുമോ നോക്കട്ടെ. താങ്ക് യു.
ദൈവവചനം പരന്നു, ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. വിശ്വസിച്ചവരുടെ കൂട്ടം പുരോഹിതന്മാരിലും അധീതമായി പെരുകി. ദൈവവചനം ദേശത്തിൽ പരന്നു. അപ്പം ആദ്യം ഇവരൊക്കെ കിടന്ന് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ആദ്യം ശുശ്രൂഷിച്ചവരങ്ങ് മാറ്റിയങ്ങ്. കാരണം ഇവർ വിധവമാർക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, അവസരമില്ല. പക്ഷെ ജ്ഞാനവും കൃപയും ഉള്ളവരും അങ്ങോട്ട് ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പം ദൈവവചനം ദേശത്തിൽ പെരുകി. അടുത്ത വായിച്ചാട്ടെ. പെരുകി. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഹല്ലേലൂയ. ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അപ്പോൾ ഈ ശുശ്രൂഷ ഉണ്ടെങ്കിലേ ജനം സഭയ്ക്കകത്ത് വരുത്തുള്ളൂ. നമ്മളൊരു പറ്റിക്കുള്ള ജനത്തെ മാത്രമല്ല നോക്കുന്നത്. ഇന്നലെ കൂടെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവേ, തകർന്നിരിക്കുന്നവരെ, നീ മുമ്പോട്ട് എന്തു ചെയ്യണമെന്ന് അറിയാത്തവരുണ്ട്, ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്. മോനെ മ്യൂട്ട് ചെയ്തേ. നീ ഒന്ന് വിട്ടുകൊടുത്താൽ അനേകർക്ക് വിടുതലാന്ന്. നിന്നെ കർത്താവിന് ഉപയോഗിക്കണമെന്ന്. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടെന്ന്. അനേകരെ രക്ഷപ്പെടുത്താൻ ദൈവം നിന്നെ കണ്ടിരിക്കുക. അനേകരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുക. അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരെ, കുടുംബ പ്രശ്നത്തിലായിരിക്കുന്നവരെ, ആത്മഹത്യയുടെ വക്കീലായിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പ് ഒന്നും കൂടെ മനസ്സിലാക്കി. ഞാൻ മനസ്സിലാക്കി, കർത്താവേ, എൻ്റെ വിളി അതാ, എൻ്റെ ശുശ്രൂഷ അതാ. ജീവിതത്തിൽ മരിക്കണമെന്ന് പറഞ്ഞൊരു വ്യക്തിയെ തിരിച്ച് കർത്താവിലേക്ക് കൊണ്ടുവരുന്നതാണ് എൻ്റെ ശുശ്രൂഷ. എന്തിനാ? ഐശ്വര്യം കിടന്നില്ലയോ? മരണം മുഖാമുഖം കണ്ടില്ലയോ? എന്താച്ചാ മരിച്ചു പോകാന്ന്? നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനാ. ഹലോ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനാണ്. നീ മരിക്കാത്ത എന്താണെന്നറിയാമോ? നിന്റെ സമയം തീർന്നിട്ടും നീ മരിക്കാത്തതിന്റെ കാര്യം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനാണ്.
ദൈവം തന്ന ആയുസ് ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുക. ദൈവം തന്ന ആയുസ്, ദൈവം തന്ന ജീവൻ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസൻ്റെ സാക്ഷ്യം ഞാനിങ്ങനെ കേൾക്കുകയുണ്ടായി തീർന്നു. പേര് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം ഒരു IT മേഖലയിൽ വെച്ച് ജോലി ചെയ്യുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ആക്സിഡൻ്റ് ആണോ എങ്ങനെ ഓർക്കുന്നില്ല, ഒരു രോഗം പിടിക്കപ്പെട്ട് ഒരു മേജർ സർജറി അദ്ദേഹത്തിൻ്റെ ഹിപ്പിൽ ചെയ്തു. അതിനുശേഷം ഇദ്ദേഹത്തിന് ഓഫീസിൽ ജോലി ചെയ്യാൻ കഴിയത്തില്ല. ഇങ്ങനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണെന്ന് തോന്നുന്നു. സ്ഥാപനത്തിൽ നല്ലപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രൊമോഷനൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ സർജറി ചെയ്തുകൊണ്ട് അതിവേദനയാണ്. അവസാനം ഓഫീസിൽ നിന്ന് 90 ദിവസം ലീവ് എടുത്തു. 90 ദിവസം അദ്ദേഹം ബെഡ് റെസ്റ്റ് എടുത്തു. ഡോക്ടർ പറഞ്ഞു 10 മിനിറ്റിൽ കൂടുതൽ കസാരയിൽ എന്ത് ചെയ്യരുത്. കാരണം നിങ്ങളുടെ രക്തം വ്യക്തമായിട്ട് ശരീരത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നില്ല, പമ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 10 മിനിറ്റിൽ കൂടുതൽ കസാരയിൽ ഇരിക്കരുത്. ഓഫീസ് വർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ കസാര ഇരുന്നിട്ടുള്ള. അങ്ങനെ ഇദ്ദേഹം കണ്ടുപിടിച്ചൊരു അദ്ദേഹത്തിന് ഈ ചാരി ഇരിക്കാനുള്ള ഒരു പ്രത്യേക കസാരയൊക്കെ മേടിച്ച് ഓഫീസിൽ കൊണ്ടിട്ട് വന്നിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ വന്നിരുന്നു. താൻ ജോലി ചെയ്യാൻ തുടങ്ങി. ജോലിയിൽ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഒരു 10 മിനിറ്റ് അതിശക്തമായ വേദന. എന്തോ അദ്ദേഹം കിഴിഞ്ഞിറങ്ങുന്ന പോലെ വേദന. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം എഴുന്നേറ്റിട്ട് പിന്നെ ഒന്ന് നടക്കും. ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഒന്ന് നടന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും വന്ന് എന്ത് ചോദിച്ചാൽ ഈ കസാരയ്ക്കകത്തിരിക്കും. ഞാൻ ഇവിടെ ബാങ്കിൽ അത് സമ്മതിക്കുമോ? ഇരിപ്പ്, നടപ്പ്, ഇരിപ്പ്, ഇതവർ സമ്മതിക്കുമോ? ഇതെല്ലാം കണ്ടുകൊണ്ട് അകത്തൊരാളുണ്ട്. ആരാച്ചാ? HOD ആണോ? മാനേജർ എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഈ ഇരിപ്പ്, ഈ നടപ്പ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ നഷ്ടപ്പെട്ടു പോയി. ഏറ്റവും മുൻനിരയിൽ നിന്ന ആളെ ഏറ്റവും പുറകിലായി. കാരണം വർക്കുകളൊന്നും സമയത്ത് തീർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മാനസികമായി വിഭ്രാന്തി ഉണ്ടായി. രാത്രി മുഴുവനും കരയുക. കാരണം തൻ്റെ പ്രൊമോഷൻ നഷ്ടപ്പെട്ടു പോയി. ജോലിയിൽ ഏറ്റവും പുറകിലായിപ്പോയി. തലകണയിലൂടെ അദ്ദേഹം പറയുന്നത് കണ്ണുനീര് മൊത്തം തലകണ കുടിക്കുക. വളരെ മാന്യമായിട്ട് ജീവിച്ച ഒരാൾ, നല്ല ജോലിയുള്ള ആൾ, ജോലി ചെയ്യാൻ കഴിവുള്ള ഒരാൾ, നല്ല സാലറി ഉള്ള ആൾ, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ അതിവേദനയിൽ നിന്ന് കരയുക. കണ്ണീര് മൊത്തം തലകണ കുടിക്കുക. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഉള്ളൊരു കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഞാനെന്താ പറഞ്ഞത്? തലകണ്ണ മൊത്തം കണ്ണുനീര് കുടിക്കുക. ഒരു ദിവസം രാത്രിയായപ്പോൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ക്രൂശിൽ അങ്ങ് എനിക്ക് വേണ്ടി ക്ഷതമേറ്റുവെങ്കിൽ, അങ്ങ് എനിക്ക് വേണ്ടി ക്രൂശിൽ ക്ഷതമേറ്റെങ്കിൽ, മരിച്ചുവെങ്കിൽ, വേദന അനുഭവിച്ചെങ്കിൽ ആ സൗഖ്യം എൻ്റെതാണല്ലോ. എനിക്ക് തരുവാണെങ്കിൽ കർത്താവെ, ഒരു പൂർണ്ണ സൗഖ്യം ദൈവം എനിക്ക് തരണമെന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇത് പ്രാർത്ഥിച്ചിട്ട് പുള്ളി കിടന്നു. നേരം വെളുത്ത് അദ്ദേഹം എഴുന്നേറ്റപ്പം ആ സർജറി ചെയ്തെടുത്ത് വേദനയില്ല. അതേ ഓഫീസിൽ പിന്നെയും ദീർഘനാൾ ജോലി ചെയ്തു. തിരിച്ച് ഭവനത്തിൽ വന്നപ്പം ഒരു തീരുമാനമെടുത്തു. എനിക്ക് സൗഖ്യം തന്ന ദൈവത്തിന് വേണ്ടി പൂർണ്ണ സമയം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ എന്നെ ജോലി വിട്ടിട്ട് പൂർണ്ണ സമയം വെച്ചാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഒരു 10 മിനിറ്റ് പോലും ഒരു ചാരു കസാരയ്ക്കകത്തിരിക്കാൻ പറ്റാതെ വേദനയിൽ അസ്വസ്ഥനായ മനുഷ്യനെ യേശു ക്രൂശിൽ ചെയ്ത ക്ഷതം ഓർത്തപ്പോൾ സൗഖ്യമാക്കി. നേരം വെളുത്തപ്പോൾ സൗഖ്യത്തോടെ എഴുന്നേറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സൗഖ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ബ്ലോക്ക് വന്നവരെന്നെ കേൾക്കുന്നുണ്ട്, കിഡ്നിയുടെ അസുഖമുള്ളവരെന്നെ കേൾക്കുന്നുണ്ട്, അലർജി രോഗമുള്ളവരെന്നെ കേൾക്കുന്നുണ്ട്. എന്ത് അസുഖമായിക്കോട്ടെ, സൗഖ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ദൈവത്തിന് ഒരാളെ സൗഖ്യമാക്കണമെങ്കിൽ പാസ്റ്റർ ഒന്നും വേണമെന്നില്ല. ഇവിടെ പാസ്റ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം ഇറങ്ങി തൊടുമായിരുന്നു. ക്രൂശിൽ യേശു ചെയ്ത പ്രവൃത്തിയെ ഒന്ന് ആഴമായിട്ടൊന്ന് വിശ്വസിക്കുക. ക്രൂശിൽ യേശു ചെയ്ത പ്രവൃത്തിയിൽ ഒന്ന് വിശ്വസിക്കുക. ഒന്ന് വിശ്വസിക്കാമോ?
പ്രൈസൊള്ള വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. ദൈവവചനം പരന്ന യെരൂശലേമിലും ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിൽ വന്നു. 8-ാം അധ്യായം ഒരുമിച്ച് ഓടിച്ച് വായിച്ചാട്ടെ. അനന്തരം കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൻ്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തു. കിലിക്യയിലും ആസ്യയിലുള്ള ദേശക്കാർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. മതി. ഏറിയ പുരോഹിതന്മാരും വിശ്വാസികളും ദൈവസഭയോട് അടുത്തപ്പോൾ തന്നെ കിലിക്യ ശമരിയ ദേശത്തിലുള്ളവർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വലിയ ദൈവപ്രവൃത്തി ദൈവസഭയ്ക്കകത്ത് നടക്കുക. അപ്പോൾ തന്നെ ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പറ്റം പേരെന്ത് ചെയ്തു? ഇതിനെ വിമർശിക്കാൻ തുടങ്ങി. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? കൂടെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. somebody want to play keyboard please. ഒരാൾക്ക് ഈ സഹോദരന്മാർ ഉറങ്ങുന്ന ഒരാൾ പെട്ടെന്ന് വന്നിട്ട്, ആരാ? നിങ്ങൾക്ക് കീബോർഡേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. സിസ്റ്ററോട് വായിച്ചേ. കിലിക്കിയ ശമരിയ ദേശത്തിലുള്ളവര് കുറേനക്കാരിലും അലക്സാണ്ടരും കിലിക്കിയ ആസി എന്ന ദേശക്കാരിലും ചിലർ, എന്ത് പറഞ്ഞ ചിലർ, നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്ക് ഇത്ര ശബ്ദമല്ല, ഇതിലും ശബ്ദമുണ്ടെന്ന് എനിക്കറിയാം. ചിലർ എഴുന്നേറ്റ് തർക്കിച്ചു. അപ്പൊ ഈ തർക്കം, വാദം ആർക്കുള്ളതാ? പരീശന്മാരുടെ പരിപാടിയാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? തർക്കം, വാദം ആരുടെയാ? പരീശന്മാരുടെയാ. അവർ വാദിക്കുന്ന കാര്യം ന്യായപ്രമാണത്തിനെതിരായ സംഗതികൾ ഇവിടെ പ്രസംഗിച്ചു. ന്യായപ്രമാണത്തിന് എതിരായ ആചാരങ്ങളും സംഗതികളും ഇവിടെ പ്രസംഗിച്ചു. ആ 6-ാം അധ്യായം വായിക്കുമ്പം സ്തേഫാനോസിനെ പിടിച്ചുകൊണ്ടെന്ന് സംഘിന്തര സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. വലച്ചരച്ചു സംഘിന്തര സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ചോദിച്ചു, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത ആചാരങ്ങളും പ്രമാണങ്ങളും ഇവിടെ പ്രസംഗിച്ചത്? അപ്പോൾ സ്തേഫാനോസ്, നമ്മൾ നോക്കുകയാണ്, ആരെ തിരഞ്ഞെടുത്തേ? ആത്മാവും കൃപയും ജ്ഞാനമുള്ളവരെയാണ് എന്ത് ചെയ്തത്? ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ കൊടുക്കേണ്ട മറുപടി എന്തായിരുന്നു അറിയാമോ? കൃത്യമായിട്ടുള്ള മറുപടിയാണ് സ്തേഫാനോസ് കൊടുത്തത്. സ്തേഫാനോസ് പറഞ്ഞത്, നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാം വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. അതിൻ്റെ നടുവിൽ നിന്നാണ് ദൈവം വിളിച്ചു വേർതിരിച്ചത്. അവിടുന്ന് അബ്രഹാം മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് കാരാനിൽ വന്ന് പാർത്തു. കാരാനിൽ നിന്ന് തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോയി. നിങ്ങൾ വലിയ ആചാരവും നിങ്ങൾ വലിയ വിശ്വാസം പറയുന്നല്ലോ. നിങ്ങളുടെ പൂർവ്വ പിതാവായ അബ്രഹാം ആരായിരുന്നു? വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. ആ വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന ആളാണ് ഇന്ന് വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്നത്. അബ്രഹാം ന്യായപ്രമാണത്തിനല്ല നീതീകരിക്കപ്പെട്ടത്, അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രമാണം എന്നോട് അടിച്ചേൽപ്പിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാം വിശ്വസിച്ചിട്ട് നീതീകരിച്ചെന്ന്. 2 മോശയെക്കുറിച്ച് പറഞ്ഞു. മോശ പർവ്വതമാവുന്ന ഹേരോവിൽ വെച്ച് മുൾപ്പടപ്പ് നിന്ന് കത്തുന്ന കണ്ടു. തേജോമനാകുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കത്തുകയും ചെയ്യുന്നത് കണ്ടു. മോശ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയ നിന്റെ കാലിലെ ചെരുപ്പൂരി കളയുമെന്ന് പറഞ്ഞു. കരമടിച്ച് കർത്താവിന് മകത കൊടുത്തേ. മൂന്നാമത് പറഞ്ഞ കാര്യം, ജോസഫ് തന്റെ ഗോത്ര പിതാക്കന്മാർ ജോസഫിനെ തള്ളിക്കളഞ്ഞു. എന്നാൽ ജോസഫ് ദൈവസന്നിധിയിൽ കൃപ പ്രാപിച്ചത് കൊണ്ട്
ജോസഫ് ഈജിപ്തിൽ വിശിഷ്ടനായി വളങ്ങി അവിടുത്തെ പ്രധാന ദേശാധിപനാക്കി രാജാവ് മാറ്റി. ഗോത്രപിതാക്കന്മാർ തള്ളിക്കിട്ടും അവൻ ജോസഫിനെ പിടിപ്പിച്ചത് ന്യായപ്രമാണമല്ലെന്നേ. ദൈവത്തിൽ ജോസഫ് കൃതാർത്ഥനായതുകൊണ്ട് ന്യായപ്രമാണമല്ല, ജോസഫിനെ ഗോത്രപിതാക്കന്മാർ തള്ളിയിട്ടും ജോസഫിനെ ദൈവം മാനിച്ചു. ഈജിപ്തിൽ ഫറവോൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ സർവശക്തനാകുന്ന ദൈവം ജോസഫിനെ ഉപയോഗിച്ചു. അപ്പം ഈ കിലിക്കിയയിലുള്ളവരും ശമരിയിലുള്ളവരൊക്കെ തന്നെ, ആസിയിലുള്ളവർ തന്നെ വിമർശിച്ചപ്പം ഈ വിമർശിക്കുന്നവർക്ക് ന്യായപ്രമാണം എന്തോന്ന് അറിയത്തില്ല. ഈ വിമർശിക്കുന്നവരെ കാട്ടിലും ന്യായപ്രമാണം ആധികാരികമായിട്ട് ആർക്കറിയാം? ആർക്കറിയാം? സ്തേഫാനോസിനറിയാം. ഹല്ലേലൂയ. ഈ വിമർശിക്കുന്നവരെ കാട്ടിലും ആധികാരികമായിട്ട് ന്യായപ്രമാണം സ്തേഫാനോസ് പഠിച്ചിട്ടുണ്ട്. അതാണ് മോശയെക്കുറിച്ച് പറഞ്ഞത്, ജോസഫിനെ കുറിച്ച് പറഞ്ഞത്, അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത്. ഈ 3 കാര്യത്തെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞപ്പം സംഗീതര സംഘത്തിൽ നിൽക്കുന്നവരോട് പിന്നെ ഒരു ചോദ്യവും സ്തേഫാനോസിനോട് ചോദിച്ചില്ല. അച്ഛാ, ചോദ്യം ചോദിച്ചാൽ പടപെടാന്നുള്ള മറുപടി എന്ത് ചെയ്യും? സ്തേഫാനോസിൽ നിന്ന് തിരിച്ചു വരും. കാരണം സ്തേഫാനോസിൽ ദൈവിക ജ്ഞാനമുണ്ട്. കരമടിച്ച് സഹോദരന്മാര്, കരമടിച്ച് ചൊന്ന് കരമടിക്ക്, ചൊന്ന് കൈയടി, സന്തോഷം ചൊന്ന് കൈയടിക്ക്. ഇത് ഇന്ന് പകൽ ആത്മാവ് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ, എല്ലാ ദൈവ സഹോദരങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രൈസ് അല്ലാഹ്. ഈ ദൂത് ഇന്ന് രാവിലെ ആരോ ഒക്കെ വിടിവിച്ചുകൊണ്ടിരിക്കുക. സംഗീതര സംഘത്തിൽ നിൽക്കുന്നവർക്ക് പിന്നെ ഒരു ചോദ്യവും സ്തേഫാനോസിനോട് ചോദിക്കാൻ പറ്റിയില്ല. കാരണം സ്തേഫാനോസിന്റെ മുന്നിൽ ദിവ്യക ജ്ഞാനം ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കരമടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എല്ലാരും പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്റെ ഈ ഒരു ഉറക്കം ദൈവപ്രവർത്തിക്ക് തടസ്സമാകരുത്. എല്ലാ കണ്ണുകൾ അടച്ച് ദൈവത്തിൽ പ്രാർത്ഥിച്ചേ. ഇന്ന് ദൈവം ഇവിടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പ്രവർത്തികളും ഇന്ന് രാവിലെ ഇവിടെ ദൈവം ചെയ്യണമെന്ന്, ഇവിടെ ഇന്ന് രാവിലെ കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നും വ്യർത്ഥമായി പോകരുത്. അത് മുഴുവനായി ഇവിടെ സംഭവിച്ചേ മതിയാകത്തുള്ളൂ. നിന്റെ ആരോഗ്യത്തിന് മേലുള്ള വെല്ലുവിളികളെ ഇന്ന് പകൽ ദൈവം പൊട്ടിക്കാൻ പോവാ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ദൈവത്തോട് സംസാരിച്ച് മനുഷ്യരോടല്ല, ദൈവത്തോട് സംസാരിക്കുക. കണ്ണുകൾ അടച്ച് ദൈവത്തോട് സംസാരിക്കുക. Thank you, Jesus. ദൈവകൃപ. ഇന്ന് രാവിലെ ആരെയൊക്കെ കൃപകൾ നിറയുക. കഴിവില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും തന്നെ തള്ളി മാറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ കൃപയിൽ നിറയ്ക്കാൻ പോവുക, അഭിഷേകത്തിൽ നിറയ്ക്കാൻ പോവുക. ഇന്ന് രാവിലെ കണ്ട വിമന്തയുടെ സ്പിരിറ്റ്, മറഞ്ഞിരിക്കുന്ന അശുദ്ധാത്മാക്കൾ, ആരാധിക്കുവാൻ വിടാതെ ജനത്തെ തടയുന്ന ദുരാത്മ മണ്ഡലങ്ങൾ, ജഡീക സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ജനത്തിൽ നിന്ന് പുറത്തു പോട്ടെ.
പിന്നെ ഒരു ചോദ്യങ്ങൾ പോലും സ്തെഫാനോസിനോട് ചോദിച്ചില്ല. നിങ്ങൾ ആ 6-7 അധ്യായം വീട്ടിൽ പോയി വായിക്കണം. ന്യായാധിപന്മാര് സ്തെഫാനോസിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അവർ പറയാണ്, ഒരു ദൈവദൂതനെ പോലെ അവന്റെ മുഖം പ്രകാശിക്കുന്നു. നിൽക്കുന്ന സ്ഥലം എവിടാ? എതിർപ്പുകളുടെ നടുവിൽ, ചോദ്യം ചെയ്യുന്നതിന്റെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ന്യായാധിപന്മാർ പറയുക, ഇവന്റെ മുഖം തിളങ്ങുന്നുണ്ടല്ലോ, ഇവന്റെ മുഖത്തൊരു തേജസ് ഉണ്ടല്ലോ, ഇവൻ ജ്ഞാനിയാണല്ലോ, ഇവൻ ജ്ഞാനത്തോടാണല്ലോ സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ ദിവ്യ ജ്ഞാനം പകരട്ടെ, പകരട്ടെ, ദിവ്യ ജ്ഞാനം പകരട്ടെ. ഇവിടെ കൈയടിച്ചോണ്ടിരിക്കുമ്പോ ദൈവാത്മാ പറയുക, നിന്റെ മേലേക്ക് ദൈവിക ജ്ഞാനം പകരുകയാണ്. എത്ര പേര് കർത്താവ് എനിക്ക് വേണം, അത് എനിക്ക് വേണം കർത്താവ്, അത് ആ ദൈവിക ജ്ഞാനം, ആ ദൈവിക പരിജ്ഞാനം കർത്താവ് എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. ഇന്ന് ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചന വെളിപ്പാട് ഞാൻ പ്രാപിക്കും. വെളിപ്പാടുണ്ടോ? തീ കത്തുന്നത് മോശ കാണും. വെളിപ്പാട് പ്രാപിച്ച മോശ നോക്കുമ്പോൾ ഉൾപ്പടപ്പ് നിന്ന് കത്തുക. അതിന്റെ നടുവിലൊരു ശബ്ദം, മോശേ മോശേ, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം, ലോകത്തിൽ ആര് നമ്മൾ അറിയുന്നതിനേക്കാളും നമ്മുടെ ദൈവം നമ്മളെ അറിയുന്നുണ്ടെന്ന് മോശയോട് ദൈവം പറയുക, എന്റെ സാന്നിധ്യം നിന്നോട് കൂടി ഇരിക്കും. ഇന്ന് രാവിലെ ഈ ആത്മീയ ശുശ്രൂഷയിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നു മുതലല്ല, ഇനിയുള്ള ദിവസങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നീ ശുശ്രൂഷിക്കാൻ പോവാ. ഈ ദൂത് കേട്ടിട്ട് ആമേനും പറഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോണ്ടല്ലോ, നിന്റെ മേലുള്ള സാന്നിധ്യം അടിക്കും, നിന്റെ മേൽ സാന്നിധ്യം ഇറങ്ങി വരും. ഈ ചോദ്യം ചെയ്യുന്ന നടുവിലൂടെ കടന്നു പോകുമ്പോ ഇവന്റെ മുഖം എന്ത് ഇങ്ങനെ പ്രകാശിക്കുന്നേ, ഇവന്റെ മുഖം എന്ത് ഇങ്ങനെ പ്രകാശിക്കുന്നേ? സംഗീത സംഘത്തിന് മനസ്സിലായില്ലെന്നേ, ഇവന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഇന്ന് രാവിലെ കർത്താവ് പറയുക. നിന്റെ കൂടെ കർത്താവുണ്ട്. ആരെല്ലാം നിന്നെ തോൽപ്പിക്കാൻ നോക്കിയാലും, ആരെല്ലാം നിന്നെ പരാജയപ്പെടുത്തുവാൻ നോക്കിയാലും, നിന്റെ കൂടെ കർത്താവുണ്ടെന്ന്. എന്നൊരു വെളിപ്പാട് കർത്താവ് കാണുക. വെള്ളം തിളച്ചു മറിഞ്ഞ് കലങ്ങുന്നത് പോലുള്ള ചില പ്രതിസന്ധികളെ കർത്താവ് ശാന്തമാക്കാൻ പോവുക. വെള്ളം തിളച്ചു മറിയുന്നത് പോലുള്ള ചില പ്രശ്നങ്ങളെ കർത്താവ് ശാന്തമാക്കാൻ പോവുക. ദൈവകൃപ വേണം, വിശുദ്ധി വേണം. വിശുദ്ധി ഉണ്ടെങ്കിൽ അനുഭവിക്കാൻ പറ്റത്തുള്ളത്. ഈ സ്തെഫാനോസ് അനുഭവിച്ചത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ. സ്തെഫാനോസ് എന്തോ അനുഭവിച്ചേ, അതെനിക്ക് അനുഭവിക്കണോ? അവനെ പോലെ ആകണം. ആരെ പോലെ? യേശുവിനെ പോലെ. യേശുവിനെ പോലെ ആയ സ്തെഫാനോസ് അനുഭവിച്ചത് നമുക്ക് ആത്മമണ്ഡലത്തിൽ അനുഭവിക്കാൻ പറ്റും. ഇവനെ പിടിച്ചു. നമുക്ക് നിങ്ങൾക്ക് ഈ ചരിത്രം അറിയാമല്ലോ. ഒരു ഉയർന്ന സ്ഥലത്ത് പുരോഹിതന്മാർ കൊണ്ടു നിർത്തി. അതിന്റെ ചരിത്രം എങ്ങനെ പറയുന്നത്, ഒന്ന് ഇവൻ പേടിച്ച് ബാക്കിലോട്ട് ചാടുപോയി കുഴിക്കകത്തോട്ട് പോയി വീണ് തലയടിച്ച് എന്ത് ചോദിച്ചാൽ മരിക്കും. അതുകൊണ്ടാണ് ഇവർ ഉയർന്ന സ്ഥലത്തോട്ട് നിർത്തിയിരിക്കുന്നത്. നിങ്ങളെ കല്ലെറിയാൻ പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുവാണോ ഓടുവാണോ ചെയ്യുന്നത്?
കല്ലെറിയുമെന്ന് പറയുമ്പോഴേ നമ്മൾ പേടിച്ചെന്ത് ചോദിച്ചാൽ കിട്ടുന്ന സ്ഥലം വാക്കിലോട്ട് എന്ത് ഓടും. അതുകൊണ്ടാണ് ഇവർ ഉയർന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഓടുന്ന ഓട്ടത്തിൽ ഈ പൊക്കത്തിന് എന്ത് ചെയ്യണം? താഴെ വീണ് തലയടിച്ച് മരിക്കണം. സ്തെഫാനോസ് ഓടിയൊന്നുമില്ല, ചവട നിന്നു. നിങ്ങൾ എറിഞ്ഞോ? നിങ്ങൾ ചെളി വാരി എറിയോ? കല്ല് വാരി എറിയോ? മണ്ണ് വാരി എറിയോ? നിങ്ങൾ എന്താ വേണമെല്ലാം ചെയ്തത്, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ കാര്യം നിർത്തി പിടിച്ചേ എന്ന് പറഞ്ഞേ. നിങ്ങൾ എന്താ വെള്ളം ചെയ്ത് എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞേ. ഒരു പ്രശ്നമല്ല, ഞാൻ നിന്ന് കൊണ്ടോളാം. എൻ്റെ കർത്താവ് ക്ഷതമേറ്റെങ്കിൽ പിന്നെ എനിക്കെന്താ? എൻ്റെ കർത്താവ് അനുഭവിച്ചെങ്കിൽ പിന്നെ എനിക്കെന്താ? കല്ലുകൾ ഒരേനായി പതിക്കാൻ തുടങ്ങി. കല്ലേറിന്റെ വേദനയ്ക്കകത്ത് നിൽക്കുമ്പോൾ സ്തെഫാനോസ് മുട്ടുമടക്കിയപ്പോൾ സ്തെഫാനോസ് കണ്ട് സ്വർഗം തുറക്കപ്പെട്ടു. പുത്രൻ പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്നിട്ട് പറയാ, മോനെ നീ വാടാ, നിനക്ക് വേണ്ടി സ്വർഗം തുറന്നു കഴിഞ്ഞു. ഞാൻ ഈ ദൂത് പറയുമ്പോ ആത്മാവിൽ ഏറ്റെടുത്തോണം കേട്ടോ. ആർക്കോ വേണ്ടി ദൈവം തുറക്കാൻ പോവാണ്. ഞാൻ കർത്താവേ, ആ ദൂതിനെ നിങ്ങളിങ്ങനെ നിന്നോ, നിങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്ന് പകൽ ഈ ദൂതിനെ ഏറ്റെടുക്കുക. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് 3 മണിക്കകത്തിന്റെ അകത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ഞാനത് വിശ്വസിക്കുക. നീ പ്രാർത്ഥിച്ചോ. ചില ലോണുകൾ പാസ്സാകാൻ പോവുക. ചില പേപ്പർ വർക്കിന്റെ അകത്ത് കർത്താവിന്റെ കരം ചലിക്കുകയാ. ചില കടബാധ്യതകളെ ദൈവം തള്ളി മാറ്റുകയാ. ഇപ്പോൾ ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ ഞാൻ പ്രവചിക്കുക, നിന്റെ മുമ്പിൽ ചില വാതിലുകൾ ഈ രാവിലെ തുറക്കുകയാ. ഞാൻ എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടോ, ഒരു മഞ്ഞ ലൈറ്റ് മാറിയിട്ട് ഒരു പച്ച ലൈറ്റ് വരിക. പച്ച എന്തുവാ? മുമ്പോട്ട് പോയിക്കോ. ഒരു പച്ച ലൈറ്റ് വരുന്നു. ഇന്ന് ആരാ ഈ ദൂതനെ ഏറ്റെടുക്കുന്നേ? ആരാ ആരാധിക്കുന്നേ? ആരാ കൈതട്ടുന്നേ? ആരാ ആമേൻ പറയുന്നേ? ഈ ദൂതനെ ഇന്ന് പകൽ ഏറ്റെടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ പച്ച ലൈറ്റ് കത്തുവാണ്. രാജ്യത്തിന്റെ വഴികൾ, രാജ്യത്തിന്റെ നന്മകൾ നിന്റെ മുമ്പിൽ തുറക്കുകയാ. ചില പച്ച ലൈറ്റുകൾ മുമ്പിൽ തെളിഞ്ഞു വരിക. ചില പച്ച ലൈറ്റുകൾ പ്രാപിക്കുക. ഫയർ ഫയർ തീരകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു പച്ച ലൈറ്റ് നിന്റെ മുമ്പിൽ കത്തുക. അവൻ മഞ്ഞ സിഗ്നൽ മാറിയിട്ട് ഒരു പച്ച നിന്റെ മുമ്പിൽ കത്തുകയാ. നിന്നെ ബന്ധിച്ചു വെച്ച ചില ബന്ധനങ്ങൾ ഇന്ന് രാവിലെ അഴിയുകയാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സൗഖ്യം. ചില മരണശക്തികൾ നിന്നെ വിട്ട് പുറത്തു പോ. ഭയത്തിന്റെ ആത്മാവ്, ഭയത്തിന്റെ ആത്മാവ് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഭയത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ബ്രൈനിൽ നിന്ന് അഴിഞ്ഞു പോകുക.
സംഭവിക്കുന്നു, സംഭവിക്കുന്നു, സംഭവിക്കുന്നു. സിസ്റ്ററോടെ വന്നത്, സിസ്റ്ററോടെ വന്നതാ. സിസ്റ്റർ ആരെ കൊണ്ടുവന്നേ? ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നോ? പിടിച്ചോണ്ടേ വിഷയത്തെ കർത്താവ് ഇപ്പൊ സൗഖ്യമാകുക. പരിശുദ്ധാത്മാവ് തൊടുക. നിങ്ങളുടെ ആഗ്രഹത്തെ എല്ലാം മന്ദോഭവ്യത്തിലിട്ടിരിക്കുക പിശാച്. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പകുതിക്ക് കിടക്കുക, ചെതലെടുത്തിരിക്കുക. ഞാനിവിടെ നിങ്ങളുടെ തലയിൽ കൈവെക്കുമ്പം ഞാൻ കാണുന്നൊരു വെളിപ്പാട്. നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവത്തിൻ്റെ സന്ദർശനം പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വീടിന് ദൈവം പണിയും. ഇപ്പോഴത്തെ ഇടിഞ്ഞ സാഹചര്യത്തെ ദൈവം പുറത്തു കൊണ്ടുവരും. രണ്ട് പേർക്ക് ഇന്ന് രാവിലെ ദൈവം വിടുതൽ തരും. 2 പേര്, 2 പേരുമായി ബന്ധപ്പെട്ട് കർത്താവ് നിങ്ങളുടെ വീടിൻ്റെ അകത്തൊരു സൗഖ്യം കർത്താവ് അയക്കും. നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കുക. രണ്ട് മക്കളെ കർത്താവ് തൊടാൻ പോവുക. എന്നോട് പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കുമ്പം നിങ്ങൾ ഇവിടെ മക്കളെ ഒന്ന് കൊണ്ടുവരണമായിരുന്നു. 2 പേരെ ദൈവം പറഞ്ഞു. 2 പേര് നിങ്ങൾ ഇവിടെ നിൽക്കുമ്പം 2 പേരെ കർത്താവ് സന്ദർശിക്കും. ഞാൻ ഒരു തെളിവിടെ പറയാം. നിങ്ങളുടെ വീട്ടിൽ മൊത്തം ശൂന്യതയാണ്. ശരി, ഞാൻ പറഞ്ഞേ, മൊത്തം ശൂന്യതയാണ്. വീടൊരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുക. ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. ഒരു വല്ലാത്ത ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിരിക്കുക. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീട്, പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ആ വീടിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു മിച്ചമോ ഒരു മാറ്റിയപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്നുമില്ല. 2 മക്കളെ കർത്താവ് സന്ദർശിക്കാൻ പോവുക. ഷർബനാഥര യൂറിനറി പോലുള്ളൊരു കെട്ടിക്കിടക്കുന്ന ഒരു വിഷയത്തെ സൗഖ്യമാക്കുക. ലൂട്രസിന്റെ ചില വിഷയങ്ങൾ സൗഖ്യമാകുക. പോട്ടെ, സൗഖ്യത്തെ സ്വീകരിച്ചോ, 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 സ്വീകരിച്ചോ. എല്ലാവരും പ്രാർത്ഥിച്ചോ കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോ. ആരും നോക്കി നിൽക്കരുത്, പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ വിടുതലാകുന്ന പ്രാർത്ഥിക്കുക. നീ അങ്ങ് ക്ഷീണിച്ചു പോയതാ, പക്ഷെ ദൈവം നിന്നെ ബലപ്പെടുത്തുക. ക്ഷീണിച്ചു പോയതാ സിസ്റ്ററെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തി പുറത്തു കൊണ്ടുവരുക. നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യും? നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യും? അദ്ദേഹത്തിനൊരു വിടുതൽ ആവശ്യമാണ്. അദ്ദേഹത്തെ കർത്താവ് വിടുവിക്കും. സ്തോത്രം. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി ഭാരപ്പെടുന്നുണ്ട് ദിവസങ്ങളിൽ. അദ്ദേഹത്തെ ദൈവം പൂർണ്ണമായിട്ട് പുറത്തു കൊണ്ടുവരും യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ വീടിനകത്ത് സ്വസ്ഥതയും സമാധാനം ഉണ്ടാവും. മദ്യപാനത്തിൻ്റെ സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് അയച്ച വിടുതലിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ഈ ചോദിച്ച വിഷയം ഉണ്ടെന്ന് ചോദിച്ചു, യൂറിനറിയിലുള്ള സംബന്ധ വിഷയം ചോദിച്ചേ. പ്രാർത്ഥിച്ചെല്ലാവരും പ്രാർത്ഥിച്ചേ. അതിന് ലൂട്രസിൻ്റെ വിഷയമില്ലയോ? ആ ഫ്രണ്ടിലോട്ട് വന്നോട്ടെ, സിസ്റ്റർ ഫ്രണ്ടിലോട്ട് വന്നോട്ടെ. പേരെന്താ? സുശീല. എന്തോ പേരെന്തുവാ? അതിൻ്റെ സിസ്റ്റർ മുമ്പോട്ട് വന്നോട്ടെ. എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞേ? നെഞ്ചിന് അസ്വസ്ഥതയുണ്ട്.
ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? അരപ്പ് മാതിരിയുള്ള വേദനയുണ്ട്, കടുപ്പുണ്ട്, ഉണ്ട്. ഈ നെഞ്ചിൻ്റെ അകത്തുള്ള ഈ ബ്ലോക്കിനെ കർത്താവ് മാറ്റിയിട്ടുണ്ട്. ബ്ലോക്ക് മാറി എന്നോട് കർത്താവ് പറയുന്നത്. ഓക്കെ, ഒന്ന് നടന്നേ. നിങ്ങളുടെ തലയിൽ സൗഖ്യമായിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളെല്ലാവരുടെ കരം നീട്ടിപ്പിടിച്ചേ. എങ്ങനെയുണ്ട് സിസ്റ്റർ ചോദിച്ചേ? സിസ്റ്റർ ചോദിച്ചേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചേ. ആ തലയിലെ വേദനയും നെഞ്ചരപ്പുണ്ടോന്ന് ചോദിച്ചേ. എങ്ങനെയുണ്ടോ? എവിടാ? വാ വാ വാ, ഓടി വാ, ഓടി വാ. ഇവിടെ കർത്താവിന്റെ ഭയങ്കര സ്നേഹം ഇറങ്ങി നിൽക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോ. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നുമെന്നെ അവരെന്റെ ഉപനിധിയെ അന്ത്യത്തോളം കാത്തി. അതിന്റെ വീടിനെ കർത്താവ് സന്ദർശിക്കുന്നതാണല്ലോ എന്നെ കർത്താവ് കാണിക്കുന്നത്. ഓ അവനെന്റെ Heal the name of Jesus. Heal the name of Jesus. തളർച്ചയിടുന്ന രോഗാത്മാവേ പുറത്തു പോ. തലവേദനയിടുന്ന രോഗാത്മാവേ പുറത്തു പോ. ക്ഷീണം വിടുന്ന രോഗാത്മാവേ പുറത്തു പോ. വിടുതലായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൻ നാമത്തിൽ നിന്നുമൻ. യേശുവിൻ, എല്ലാവരും കരം നീട്ടി പിടിച്ചായിട്ട് ഞാൻ ഇട നേരം ഒരു പൂർണ്ണ സൗഖ്യം ഇന്നിവിടെ സംഭവിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് കൊടുത്ത വിടുതലിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ അമ്മ പ്രാർത്ഥിക്കാൻ വന്നതാണോ? എന്ത് വിഷയം? അതാ അതിന് കൂടെ വന്നതാ. യെസ്, എന്തുവായി? എന്തുവായി? ക്രിസ്തുവിൻ നാമത്തിൽ നിന്നുമെന്നെ. എന്തുവായി? എന്തോ തലവേദന ഉണ്ടോ? വിടുതല. ശരീരം പെരുക്കുന്നത് വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ. മറവിയുണ്ട് കേട്ടോ, മറവിയുണ്ട്. ജോലിയൊന്നും ചെയ്യാൻ വയ്യ. വലിച്ച ചെയ്യുന്നത്, ഒന്നും ചെയ്യാൻ വയ്യ. യേശുവേ എന്ന് വിളിച്ചോ. യേശു എന്നെ നോക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചോ. മൊത്തം സൗഖ്യമായിട്ട് പോയാൽ മതി. യേശുവിൻ്റെ നാമത്തിൽ മൊത്തത്തിൽ പോട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നടന്നേ, നോക്കിയേ, ഇപ്പൊ നോക്കിയേ. താങ്ക് യു ജീസസ്. ഈ സിസ്റ്റർ പറഞ്ഞത് ശരീരത്തെ മൊത്തം വേദനയാണെന്നാ. ചോദിക്കേ, ഇപ്പൊ വേദന ഉണ്ടോന്ന്? ശരീരം മൊത്തം വേദനയാന്നാ പറഞ്ഞത്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ സിസ്റ്റർ ഇപ്പൊ ഹീലാവണം. എന്റെ മുഖത്തോട് നോക്കുക. സ്പീഡ് നടന്നു വന്നേ. ഇതിനോട്ടോ ഇനി പ്രോബ്ലം ഒരു പ്രശ്നമില്ല. കരമടിച്ച് കർത്താവിന് നിനക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ശരീരത്തിൽ വേദന ഉണ്ടോ? അതൊക്കെ വേദന ഉണ്ടോ? വേദന ഉണ്ടോ?
ഒന്ന് കുനിഞ്ഞു. വേദനയില്ല. പെരുക്കുക. പോയിക്കൊണ്ടിരിക്കുക സാധനം. വേദനയില്ല. വേദനയില്ല. യേശുവിന്റെ നാമത്തിൽ. ഈ പെരുപ്പിന് ഞങ്ങൾ പറയുന്നത് ദൈവശക്തി എന്നാണ്. ഞാൻ സൗഖ്യമാക്കി വിടുക യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.